നിങ്ങൾ ആ വേസ്റ്റ് കൊണ്ടുവന്ന ട്രക്ക് കണ്ടോ, വേസ്റ്റ് കൊണ്ടുവന്ന വണ്ടി കണ്ടോ? ഇത് വരുമ്പോൾ ആരായിരിക്കും ഇവിടെ കൂടുതൽ സങ്കടപ്പെടുകയെന്നറിയോ? ഇവിടുത്തെ ക്യാറ്റുകൾ, സ്ട്രീറ്റ് ക്യാറ്റുകൾ. അവർ ഫുഡ് കഴിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. ഇത് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സങ്കടപ്പെടുക അവരാണ്. ഓക്കെ, ഇനി അടുത്തത് ആ നിറയുന്നത് വരെ അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നിറഞ്ഞാലും ഇതിൽ ഫുഡ് ഉണ്ടാവുമെന്നും അറിയില്ല. എന്നാലും ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ത്രോയിങ് വേസ്റ്റ് ഇൻസൈഡ് ദാറ്റ്, സോ ദാറ്റ്സ് വൈ ദേ വിൽ ഗെറ്റ് ഫുഡ്. എന്നാലും എനിക്കെന്തോ സങ്കടമാണ് ഈ ട്രക്ക് ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ട് വരുമ്പോൾ. അല്ല, ഞാനിവിടെ ക്യാറ്റുകൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ ക്യാറ്റുകളൊന്നും ഇല്ല, കുറച്ച് ക്യാറ്റുകളൊന്നും ഫുഡ് കഴിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ അവർക്ക് പ്ലെൻറ്റി ഓഫ് ഫുഡ് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. വേസ്റ്റും കാര്യങ്ങളൊക്കെ, അവരുടെ ഫുഡ് വേസ്റ്റും ഒക്കെ ക്ലിയർ ആക്കി പോകുന്ന കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റ് ക്യാറ്റുകളും പട്ടിണിയാവും. കുറച്ച് നേരത്തിന് കേട്ടോ, ലോങ് ടൈമല്ല. അപ്പോൾ എന്തൊരു സങ്കടമാണ്. ഞാൻ വിചാരിക്കും ഭയങ്കര സങ്കടമാണല്ലേ സ്ട്രീറ്റ് ആനിമൽസേ, ഡോഗ്സ് ആയിക്കഴിഞ്ഞാലും ക്യാറ്റ്സ് ആയിക്കഴിഞ്ഞാലും. അവർക്കല്ല, അവരെ വേറെ ആനിമൽസ്. ഓക്കെ, ഇവിടെ പൊതുവേ ഏതാണല്ലോ കാണുന്നത്. ഇവിടെ ഡോഗ്സ് ഇല്ല കേട്ടോ, ഇവിടെ ക്യാറ്റ്സാണ്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നും. അവർ എന്തിനിങ്ങനെ ആയി ജനിച്ചാലും കുഴപ്പമില്ല, അവർക്ക് എന്നും ഫുഡ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും ഞാൻ. ഫുഡ് അവർക്ക് കിട്ടും, അവർക്ക് കിട്ടാത്ത ചിലപ്പോൾ വെള്ളമായിരിക്കും. ഫുഡ് ചിലപ്പോൾ കിട്ടാൻ വഴിയുണ്ട്, പക്ഷേ വെള്ളം എപ്പോഴും ഒന്നും എല്ലാ സ്ഥലത്തും ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ കഴിയുന്നതും ഞാൻ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ക്യാനിൽ വെള്ളം അവർക്ക് വെക്കും, ഫുഡും കൊടുക്കും. എൻ്റെ ക്യാറ്റുകളുടെ ഫുഡ് ബാക്കി വരുന്നതോ അല്ലെങ്കിൽ ബാക്കി വരാത്ത ഫുഡോ, ബാക്കിയില്ലെങ്കിൽ അവർക്ക് നമ്മൾ കരുതി വെച്ച ഫുഡൊക്കെ ഞാൻ കൊടുക്കും. 2-3 ക്യാറ്റ് സ്ഥിരമായിട്ട് എന്നെ വന്നിങ്ങനെ നോക്കി വിളിക്കും. അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന് ഫുഡ് കൊടുക്കാറുണ്ട്, കീപ്പ് ചെയ്യാറുണ്ട് അവർക്ക് ഫുഡ് ഔട്ട് സൈഡിൽ. അപ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഞാനിങ്ങനെ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ക്യാറ്റുകളൊക്കെ നമുക്കൊരു പെറ്റ് ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. അവർക്ക് പുറത്തുള്ള എല്ലാ ആനിമൽസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അവർക്ക് കിട്ടും. എനിക്ക് 2 ക്യാറ്റുകൾ കിട്ടിയത് കൊണ്ടാണ്, ഞാൻ പെറ്റ്സിൻ്റെ ഓണർ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ഫീലിങ്. എനിക്ക് അല്ലാത്ത പക്ഷം നിങ്ങളെപ്പോലെ തന്നെ പൊതുവെ ക്യാറ്റിനെ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കും. മോറോവർ അവരെക്കുറിച്ച് തിങ്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അവരുടെ ഫുഡ്, അവരുടെ എങ്ങനെയാണ് അതൊക്കെ ഭയങ്കര ഇപ്പോൾ ആരോഗ്യം ഭയങ്കര